ഹായ് ഓൾ, വെൽക്കം ടു നേഴ്സിംഗ് ലെക്ചറേഴ്സ്. നമ്മൾ ഇന്ന് ഡീൽ ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സെഫാലോ പെൽവിക് ഡിസ്പ്രപ്പോർഷൻ CPD. എന്താണ് CPD എന്നാണ് നമ്മൾ OT പോസ്റ്റിംഗ് ടൈമിൽ എന്ന് വെച്ചാൽ ലേബർ റൂം OT പോസ്റ്റിംഗ് അതൊക്കെ ഇല്ലേ, ആ ടൈമിൽ നമ്മൾ CS സമയത്ത് ഏറ്റവും കൂടുതൽ കാണുന്ന ഇതാണ് CPD, സെഫാലോ പെൽവിക് ഡിസ്പ്രപ്പോർഷൻ. മെജോറിറ്റി ഓഫ് ദ എന്താണ് നമ്മുടെ ഈ CS സമയത്ത് ആ ഡോക്ടേഴ്സിൻ്റെ ഡയഗ്നോസിസിനകത്ത് അവർ എഴുതുന്നതാണ് CPD. ഡ്യൂ ടു CPD കൊണ്ടായിരിക്കും എല്ലാ CS നടത്തുന്നത്. എന്താണ് CPD നമുക്ക് നോക്കാം. സോ ഡെഫിനിഷൻ ഓഫ് സെഫാലോ പെൽവിക് ഡിസ്പ്രപ്പോർഷൻ. എപ്പോഴും ഡെഫിനേഷൻ അല്ലെ ആ കണ്ടീഷൻ ഓർക്കുമ്പോൾ ആ പേര് വെച്ച് തന്നെ നമ്മൾ ആ കണ്ടീഷൻ ഓർത്തെടുക്കാൻ നോക്കാൻ. സെഫാലോ പെൽവിക് ഡിസ്പ്രപ്പോർഷൻ. സെഫാലോ മീൻസ് റിലേറ്റഡ് ടു ഹെഡ്, പെൽവിക് മീൻസ് എന്തായിരിക്കും പെൽവിസ്, ഡിസ്പ്രപ്പോർഷൻ ആ പ്രപ്പോർഷൻ വരുന്ന എന്തൊരു കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് സെഫാലോ പെൽവിക് ഡിസ്പ്രപ്പോർഷൻ. നമുക്ക് മനസ്സിലായില്ലേ? അപ്പോൾ എന്താണ് അതിൻ്റെ ഡെഫിനേഷൻ നോക്കാം. CPD എന്ന് പറയുന്നത് ഈസ് എ കണ്ടീഷൻ വെയർ ദ ഫീറ്റൽ ഹെഡ് ഈസ് ടു ലാർജ് ടു പാസ് ത്രൂ ദ മറ്റേണൽ പെൽവിസ്. CPD എന്ന് പറയുന്നത് ബേബിയുടെ ഹെഡ് മറ്റേണൽ പെൽവിസിനേക്കാളും ലാർജാണ്. അപ്പം മറ്റേണൽ പെൽവിസ് ചെറുതാണ്, ബേബിയുടെ ഹെഡ് ആ മറ്റേണൽ പെൽവിസിനേക്കാളും കുറച്ചും കൂടെ വലുതാണ്. അങ്ങനെയുള്ള കണ്ടീഷൻ ആ പെൽവിസിൻ്റെ അകത്തൂടെ എന്താണ് ബേബിയുടെ ഹെഡ് ബോഡി ഒന്നും പാസ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു കണ്ടീഷനാണ് CPD എന്ന് പറയുന്നത്. ഇതായിരിക്കും ഈ ഒബ്സ്ട്രക്റ്റഡ് ലേബർ അല്ലെ CS മേജർ റീസൺ എന്ന് പറയുന്നത് CPD ആയിരിക്കും. ഇനി എന്താണ് അതിൻ്റെ കോസസ് എന്ന് നോക്കാം. കോസസ് മറ്റേണൽ കോസസ് ഉണ്ട്, ഫീറ്റൽ കോസസ് ഉണ്ട്. മറ്റേണൽ കോസസ് എന്ന് പറഞ്ഞാൽ സ്മോൾ ഓർ കൺട്രാക്റ്റഡ് പെൽവിസ്, ചെറിയ പെൽവിസ് കാരണം, അതുപോലെ തന്നെ എന്തെങ്കിലും പെൽവിക് ഡിഫോർമിറ്റീസ് കാരണം ഈ CPD വരാം. മറ്റേണൽ കോസസ്. ഇനി ഫീറ്റൽ കോസസ് അങ്ങനെ എന്തൊക്കെയായിരിക്കും ഫീറ്റൽ? മാക്രോസോമിയ. മാക്രോ മീൻസ് വലുത്. ബേബിയുടെ വെയിറ്റ് 4 കിലോയ്ക്കാൾ എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള ഹെൽത്തി ബേബിയാണ്, ഓവർ വെയ്റ്റ് ബേബിയാണ് എന്ത് മാക്രോസോമിയ എന്ന് പറയുന്നത്. ദെൻ ഹൈഡ്രോസെഫാലസ്, ബിഗ് ഹെഡ് ആ വരുന്നൊരു കണ്ടീഷനാണ്. CSFൻ്റെ ഫ്ലൂയിഡ് എമൗണ്ട് വളരെ കൂടുതലായതുകൊണ്ട് വരുന്നൊരു കണ്ടീഷനാണ് ഹൈഡ്രോസെഫാലസ്. ദെൻ മാൽ പ്രസൻറ്റേഷൻസ്, അല്ലെ ഫേസ് പ്രസൻറ്റേഷൻസ് ഒക്കെ കാരണം ഫീറ്റൽ കോസസ് കൊണ്ട് നമുക്ക് CPD ഉണ്ടാകും. ഇനി ടൈപ്സ് ഓഫ് പെൽവിസ്. പെൽവിസ് മേജർലി 4 തരമാണ് പറയുന്നത്. ഇത് യൂഷ്വലി ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഇടുന്നത്. ഗൈനക്കോയ്ഡ് പെൽവിസ്, യൂഷ്വലി ഇതായിരിക്കും സ്യൂട്ടബിൾ ഫോർ ചൈൽഡ് ബർത്ത്. ഒരു 90% അല്ലെ ഒരു 80% എന്തായിരിക്കും ഈ ഗൈനക്കോയ്ഡ് പെൽവിസ് ആയിരിക്കും. ദെൻ ആൻഡ്രോയിഡ് പെൽവിസ്, അതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഹേർട്ട് ഷേപ്ഡ് ആയിരിക്കും. ദെൻ ആന്ത്രോപോയിഡ്, അത് ലോങ് പെൽവിസ് ആയിരിക്കും. ദെൻ പ്ലാറ്റിപ്പുലോയിഡ്, അതൊരു ഫ്ലാറ്റ്, അതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലാറ്റ് പെൽവിസ് ആയിരിക്കും ആ ഷേപ്പ് എന്ന് പറയുന്നത്. CPD കൂടുതലായിട്ടും കാണുന്നത് ഈ ആൻഡ്രോയിഡും പ്ലാറ്റിപ്പലോയിഡ് പെൽവിസിലായിരിക്കും കാണുന്നത്. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ്? CPD ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രൊലോങ്ഡ് ഓർ അറസ്റ്റഡ് ലേബർ, യൂഷ്വലി 12 to 14 അല്ലെ 12 to 16 hours ആണ് വരുന്നതെങ്കിൽ ഇവിടെ എന്താണ് ലേബർ കൂടുക. 12 hour അല്ലെ 16 hour കഴിഞ്ഞിട്ടും ലേബർ നടക്കുന്നില്ല, പ്രൊലോങ്ഡ് അല്ലെ അറസ്റ്റഡ് ലേബർ ആണെങ്കിൽ. ദെൻ മോൾഡ് ഓർ ക്യാപ്ഡ് ഫോർമേഷൻ, നമ്മുടെ ആ പെൽവിസിൻ്റെ അതുവരെ നമ്മുടെ വജൈനയിലൂടെ ബേബീൻ്റെ ഹെഡ് നമുക്ക് കാണാൻ പറ്റുമല്ലോ. നമ്മൾ പെൽവിസ് എക്സാമിനേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഹെഡ് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ ആ സമയത്ത് ബേബിയുടെ ഹെഡ് മോൾഡിങ് അല്ല ക്യാപ്ഡ് ഫോർമേഷനൊക്കെ ഉണ്ടെങ്കിൽ എന്താണ്, കാരണം ബേബിയുടെ ഹെഡ് അവിടെ സ്റ്റക്കാണ്, അതുകൊണ്ടാണ് ഈ മോൾഡ് ക്യാപ്ഡ് ഫോർമേഷനൊക്കെ വരുന്നത്. ദെൻ ഹൈ പ്രസൻറ്റിങ് പാർട്ട്, അതുപോലെ തന്നെ ഫീറ്റസിനകത്ത് വരികയാണെങ്കിൽ ഫീറ്റൽ ഡിസ്ട്രസ് ഉണ്ടെങ്കിൽ, ബേബിയുടെ ഹെഡ് ഫെയിലിയർ ടു എൻഗേജ് ആണെങ്കിൽ, അതൊക്കെയാണ് ഇതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ ഡയഗ്നോസ്? എങ്ങനെയാണ് നമുക്കിത് ഡയഗ്നോസിസ്? നമുക്ക് പെൽവിക് അസസ്മെൻറ്റ്, ക്ലിനിക്കൽ പെൽവിക് അസസ്മെൻറ്റ് വഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ പെൽവിസ് എക്സാമിനേഷൻ ചെയ്യുന്ന വഴി നമുക്ക് കാണാൻ പറ്റും എന്താണ് എൻഗേജ്ഡ് ആണ്, അല്ലെ ക്യാപ്ഡ് ഫോർമേഷൻ ഉണ്ട്, മോൾഡിംഗ് ഉണ്ട്, എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. ദെൻ അബ്ഡോമിനൽ ആൻഡ് വജൈനൽ എക്സാമിനേഷൻ വഴി, അതുപോലെ തന്നെ അൾട്രാസൗണ്ട് ഫോർ ഫീറ്റൽസ് എന്ന് നമ്മൾ USG എടുക്കുന്ന സമയത്ത് നമുക്ക് ഫീറ്റൽ സൈസ് മനസ്സിലാക്കാൻ പറ്റും. ദെൻ ട്രയൽ ഓഫ് ലേബർ അണ്ടർ മോണിറ്റർ, നമ്മൾ ലേബർ ഓക്സിറ്റോസിനും അതുപോലെ തന്നെ നമ്മൾ ഇൻഡക്ഷൻ ഓഫ് ലേബർ എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് OBGയിലെ. അപ്പം ആ വഴി പലതരത്തിലുള്ള നമ്മൾ ലേബർ നടക്കാൻ വേണ്ടി നോക്കും. ഒന്നല്ലേ അതിനാണ് ഇൻഡക്ഷൻ ഓഫ് ലേബർ. നമ്മൾ ഓക്സിറ്റോസിനും പ്രോസ്റ്റാഗ്ലാൻഡിനും മിഫിപ്പെരിസ്റ്റോൺ എന്ന് പറയുന്നതൊക്കെ ഡ്രഗ്സ് അഡ്മിനിസ്റ്റർ ചെയ്തും, അതുപോലെ നമ്മൾ എന്തെങ്കിലും വേറെ രീതിയിലൊക്കെ പലതരത്തിലുള്ള ലേബർ ഇൻഡക്ഷൻ ടെക്നിക്സ് ഉണ്ട്. അങ്ങനെ വഴി നമ്മൾ എന്തായിരിക്കും ഒരു ട്രയൽ നടത്തും. ദെൻ മാനേജ്മെൻറ്റ്, ഈ ട്രയൽ നടത്തുന്ന സമയത്ത് നമുക്ക് മനസ്സിലാൻ പറ്റും എന്തായിരിക്കും ലേബർ നടക്കുമോ ഇല്ലയോ, നമ്മൾ CS ചെയ്യണോ ഇല്ല. അതിനാണ് നമ്മൾ ട്രയൽ ഓഫ് ലേബർ നടത്തുന്നത്. ഇതുവഴിയൊക്കെ നമുക്ക് എന്തായിരിക്കും ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. ദെൻ മാനേജ്മെൻറ്റ്, എങ്ങനെ ഇത് മാനേജ്മെൻറ്റ്?
ട്രയൽ ഓഫ് ലേബർ ഇൻ മൈൽഡ് കേസസ് നമ്മൾ ഈ ട്രയൽ ഇൻഡക്ഷൻ ഓഫ് ലേബർ നടത്തിയിട്ട് എന്താണ് നമുക്ക് ബേബിയുടെ ഡെലിവറി ചെയ്യാൻ പറ്റും. വലിയ ഹെവി പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉള്ളെങ്കിൽ നമുക്ക് ഇങ്ങനെ ട്രയൽ ഓഫ് ലേബർ നടത്തി നമ്മൾ യൂഷ്വൽ വരുന്ന ലേബർ പെയിൻ വരുന്ന വരെ നമ്മൾ നോക്കിയിരിക്കുന്നില്ല, അതിന് മുമ്പ് നമ്മൾ ലേബർ ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കുക. ദെൻ CS ഫോർ ഒബ്വിയസ് CPD ഓർ ഫെയിൽഡ് ട്രയൽ. ഈ ട്രയൽ ഇൻഡക്ഷൻ ഓഫ് ലേബർ നടത്തിയിട്ടും ഡെലിവറി ആവുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കും സിസേറിയൻ നടത്തും. ദെൻ ഇലക്റ്റീവ് LSCS ഇൻ ഡയഗ്നോസ്ഡ് കേസ്. ഇപ്പോൾ 2 തരത്തിലുള്ള LSCS ഉണ്ട്, എമർജൻസി LSCSും ഇലക്റ്റീവ് LSCSും. ഇപ്പം എമർജൻസി LSCS ആയിരിക്കും നമ്മളിപ്പോൾ ഈ ഫെയിൽഡ് ട്രയലും ഒബ്വിയസ് CPDയിലൊക്കെ നടത്തുന്നത്. ഇനി നേരത്തെ സ്കാനിങ്ങിലൂടെ ഇതൊക്കെ നമ്മൾ കണ്ടുപിടിക്കുകയാണ് ബേബിക്ക് എന്താണ് CPD ഉണ്ടെന്ന് വെച്ചാൽ ലേബറിന് മുമ്പല്ല, അത് നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ഇലക്റ്റീവ് LSCS എന്ന് പറഞ്ഞാൽ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള CS ആയിരിക്കും. നമ്മൾ നേരത്തെ പറയും ഇയാൾക്ക് എന്തായിരിക്കും നമ്മൾ സിസേറിയൻ ആയിരിക്കും നടത്താൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ പറഞ്ഞ് അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത് നടത്തുന്നതിനെയാണ് ഇലക്റ്റീവ് LSCS എന്ന് പറയുന്നത്. സോ ആസ് എ നേഴ്സ് എന്താണ് നമ്മുടെ നേഴ്സിംഗ് റെസ്പോൺസിബിലിറ്റി? മോണിറ്റർ ഫീറ്റൽ ഹാർട്ട് റേറ്റ് ആൻഡ് ലേബർ പ്രോഗ്രസ്. ബേബിയുടെ FHR നമ്മൾ നോക്കുക. അതുപോലെ തന്നെ നമ്മൾ ലേബർ ഡയഗ്രാം സെർവിക്കോഗ്രാഫും സെർവിക്കൽ ഡയഗ്രാം ഒക്കെ ഒരു ഡയഗ്രാം ഉണ്ട്, നമ്മൾ ലേബർ റെക്കോർഡ് എന്നൊക്കെ പറയും. അപ്പം ആ റെക്കോർഡിനകത്ത് നമ്മൾ ലേബറിൻ്റെ എന്തൊക്കെയാണ് സെർവിക്കൽ ഡൈലേഷൻ, എന്താണ് എഫേസ്മെൻറ്റ്, എന്താണ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞ് നമ്മൾ മാർക്ക് ചെയ്യും. നമ്മൾ ലേബർ റൂമിൽ നിൽക്കുന്ന സമയത്ത് അത് കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യുക, അതിൻ്റെ പ്രോഗ്രസ് നോക്കുന്നത്. എന്തെങ്കിലും ആ പ്രോഗ്രസ് ഇല്ലെങ്കിലാണ് നമ്മൾ ലേബർ അറസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ഇമോഷണൽ സപ്പോർട്ട് ടു മദറിനെ നമ്മൾ ഇമോഷണൽ സപ്പോർട്ട് ചെയ്യാൻ പേടിക്കേണ്ട, എന്താണ് LSCS എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. പ്രിപ്പയർ ഫോർ എമർജൻസി C-section. പ്ലാൻഡ് ആണെങ്കിൽ നമുക്ക് പ്രിപ്പറേഷൻ ടൈമുണ്ട്, പക്ഷെ നമ്മൾ പെട്ടെന്ന് ഒരു എമർജൻസി ആയിട്ട് CS ചെയ്യുകയാണെങ്കിൽ അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനൊക്കെ ചെയ്യുക. ദെൻ അസെപ്റ്റിക് ടെക്നിക് ഷുഡ് ബി മെയിൻറ്റെയിൻ ഡ്യൂറിങ് പ്രൊസീജിയർ. ഹാൻഡ് ഹൈജീൻ, സ്റ്റെറൈലായിട്ട് വേണം പ്രൊസീജിയറൊക്കെ ചെയ്യാൻ. ദെൻ പേഷ്യൻ്റ് എഡ്യൂക്കേഷൻ. CSന് മുമ്പ് പേഷ്യൻറ്റിനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, എന്തുകൊണ്ടാണ് CS ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് പേഷ്യൻറ്റിനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ. സോ മൂവിങ് ടു ദ കോംപ്ലിക്കേഷൻ. എന്തൊക്കെയാണ് ഈ CPയുടെ കോംപ്ലിക്കേഷൻസ് എന്താണെന്ന് നോക്കാം. ഒബ്സ്ട്രക്റ്റ്, നമ്മൾ ആദ്യം ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒബ്സ്ട്രക്റ്റ് ലേബർ ഉണ്ടാവാം. യൂട്രൈൻ റപ്ചർ, കാരണം ഇതെൻ്റെ ബേബി ഭയങ്കര നമ്മൾ പുഷ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഡെലിവറി ആവുന്നില്ല, അതുകൊണ്ട് യൂട്രസിന് റപ്ചർ ഉണ്ടാവും. ഫീറ്റൽ ഡിസ്ട്രസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഫീറ്റൽ ഡെത്ത് ഉണ്ടാവും. പോസ്റ്റ്മോർട്ടം സമയത്താണ് പോസ്റ്റ്മോർട്ടം ഹെമറേജ് ഉണ്ടാവും. അതുപോലെ കുറേ നാളായിട്ട് മദർ എക്സോസ്റ്റ് ആവുകയാണ്, ഒബ്സ്ട്രക്റ്റ് ആയിരിക്കുന്നതുകൊണ്ട് തന്നെ മദർ ഭയങ്കര എക്സോസ്റ്റ് ആണ്. അപ്പം മറ്റാണ് എക്സോഷൻ വരെ നടത്താം. സോ ഇതൊക്കെയാണ് CPD എന്ന് പറയുന്നത്. അപ്പം ഈ CPD മേജർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ആദ്യം തന്നെ ഡിക്റ്റേറ്റ് ചെയ്യാൻ നോക്കുക, അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ആക്ഷൻ. ഇപ്പം CPD ആണെന്ന് കണ്ടു, CSനെ പെട്ടെന്ന് തന്നെ വിടുക, അല്ലെ ട്രയൽ ഓഫ് ലേബർ നടത്തുക, അതാണ് അതിൻ്റെ. പിന്നെ നമ്മൾ നേഴ്സ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് റോളാണ് അത് വഹിക്കുന്നത്. നമ്മളെ ആ പാർട്ടോഗ്രാം, നമ്മൾ ലേബർ റൂമിൽ മാർക്ക് ചെയ്യുന്ന ആ ഗ്രാഫിനാണ് പാർട്ടോഗ്രാഫ് എന്ന് പറയുന്നത്. ആ പാർട്ടോഗ്രാഫൊക്കെ നമ്മൾ നേഴ്സസ് ആണ് കൃത്യമായിട്ട് ലേബൽ ചെയ്യാനും മോണിറ്റർ ചെയ്യാനും. അതൊക്കെയാണ് നമ്മൾ മറ്റേണൽ റോൾ അല്ല നേഴ്സിംഗ് റോൾ എന്ന് പറയുക. മദറിന് എന്തായിരിക്കും ഇമോഷണൽ സപ്പോർട്ടൊക്കെ കൊടുക്കണം നമ്മൾ നേഴ്സ് എന്ന രീതിയിൽ നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇതാണ് സെഫാലോപെൽവിക് ഡിസ്പ്രപ്പോർഷൻ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് മനസ്സിലായെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. പിന്നെ എന്തെങ്കിലും സജഷൻസ് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിലും അതും കമൻറ്റ് ചെയ്യാം. ഇനി ഏത് ടോപ്പിക്കാണ് നിങ്ങൾക്ക് നെക്സ്റ്റ് വേണ്ടതെന്നും കമൻറ്റ് ചെയ്യാം. സോ താങ്ക് യു.